ചില നിർണായക സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഒന്ന് പറയാമെന്ന് വെച്ച് വന്നതാണ്. അപ്പൊ എന്നാ തുടങ്ങുമല്ലേ? സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഈ നേരം ഇരുട്ടി വെളുക്കുന്നത് വരെ ഈ രാമായണം വായിച്ച ആളോട് സീതയുടെ ഭർത്താവ് ആരെന്ന് ചോദിച്ചാൽ രാവണനാണെന്ന് പറഞ്ഞെന്നൊക്കെ ഇരിക്കും. എന്താ തമാശയായി തോന്നുന്നുണ്ടോ? ചിലപ്പോ തമാശയാകാം, അല്ലെങ്കിൽ ഒരു അജ്ഞതയാകാം. ഈ കേൾക്കുന്നവർക്ക് ചിരിക്കാൻ ഒരു വക, അത്ര തന്നെ. മുഖ്യമന്ത്രിയുടെ ഏത് ശൈലിയാണ് മാറ്റേണ്ടത്? പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഭീമമായ തോൽവിയുടെ താത്വിക അവലോകനത്തിന് തലസ്ഥാനത്ത് ചേർന്ന CPM നേതൃയോഗത്തിന് ശേഷം പത്രക്കാരുടെ ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ച മറുചോദ്യം ഇതായിരുന്നു. മാഷിനെ സംബന്ധിച്ച് എത്ര അന്വേഷിച്ചിട്ടും കണ്ടുകിട്ടാത്ത ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് എങ്ങനെ തോറ്റു എന്നത്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ തങ്ങളെ സഖാവ് ഊതിയതാണെന്നാണ് ചില പത്രക്കാരുടെ വെപ്പ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച തമാശക്കുള്ള അവാർഡ് നമുക്ക് ഗോവിന്ദൻ മാഷിന് കൊടുക്കാമെന്ന് മറ്റു ചിലർ. തെറ്റിദ്ധരിക്കണ്ട, മാഷിന് അതിന്റെ ഉത്തരം പിടികിട്ടാത്തതാണ്. ഈ കനത്ത തിരിച്ചടിക്ക് കാരണമായ ജനവികാരം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്ന് മാഷ് മലയാളത്തിലല്ലേ അന്ന് കുറ്റസമ്മതം നടത്തിയത്? അല്ലെങ്കിൽ തന്നെ ഒരാളുടെ ശൈലി പെട്ടെന്ന് രൂപപ്പെടുന്നതാണോ? എളുപ്പത്തിൽ അങ്ങ് മാറ്റം വരുത്താൻ പറ്റുമോ അത്? എന്ന ഈ മാഷിന്റെ ചോദ്യം ശരിയല്ലയോ? നിങ്ങളിപ്പോൾ കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനൊന്നും CPI വളരുന്ന പ്രശ്നമില്ല. ഈ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി പാർട്ടിയുടെ തോൽവിക്ക് കാരണമായെന്ന് പാർട്ടി യോഗത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിലിരുത്തി പറയാൻ ചിലർ ധൈര്യം കാട്ടിയിട്ടുണ്ടത്രേ. സ്റ്റഡി ക്ലാസ്സിൽ നിന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്ന് മനസ്സിലാവാത്തത്. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. കൊള്ളാം. എന്തായാലും ഒന്ന് കൈയടിച്ചേക്ക് എല്ലാവരും. ഇത്രയും നാളും കാട്ടാത്ത ഒരു ധൈര്യം കുറച്ചു പേർക്കൊക്കെ എവിടുന്നൊക്കെയോ കിട്ടിയ പോലെ ഉണ്ട്. ഈ മന്ത്രിസഭയിലുള്ളത് മുഖ്യമന്ത്രിയും 19 നിഴലുകളുമാണെന്ന് വരെ വിമർശനം ഉയർന്നിരുന്നത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എല്ലാം മാധ്യമ സിൻഡിക്കേറ്റിന്റെ പണിയല്ലേ. മുമ്പ് ലീഡർ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടം മുൻ ശിഷ്യർ ഒരു തിരുത്തൽ വാദവുമായി രംഗത്തിറങ്ങി. സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ ആവശ്യം. ആ ലക്ഷ്യം തട്ടൽ തന്നെയായിരുന്നു. ലീഡറല്ലേ പുള്ളി. ഈ പ്രായത്തിൽ ഇനി എന്ത് പ്രതിച്ഛായയാണ് ഞാൻ മാറ്റേണ്ടതെന്നായിരുന്നു അന്ന് പത്രക്കാരോട് ലീഡറുടെ ചോദ്യം. ഞാൻ ചുമ്മാ ഇതിപ്പോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല, തീരെ ആലോചിച്ചിട്ട് പിടികിട്ടാത്ത ഒന്നുണ്ട്. ഈ കഴിഞ്ഞ 3 കൊല്ലത്തെ ഭരണത്തിലുള്ള ജനവികാരം തിരിച്ചറിയാതിരിക്കാൻ ഈ പാർട്ടി നേതാക്കളൊന്നും ഈ നാട്ടിൽ ഇല്ലായിരുന്നോ താമസം? അതോ വല്ല അന്യഗ്രഹത്തിലോ മറ്റോ ആയിരുന്നോ? അല്ല പിന്നെ പശുവും ചത്ത് മുരലെ പുളിയും പോയി. എന്നിട്ടും തോറ്റതിന്റെ ഉത്തരം നേതാക്കൾക്ക് മാത്രം പിടികിട്ടുന്നില്ലെന്ന്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റി. അത് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ ഇനിയും 2 വർഷം കൂടി കാത്തിരിക്കണമെന്നാണ് ഈ പ്രതിപക്ഷം പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ INS വിജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി വീഴ്ചെടുത്ത് കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നമ്മുടെ 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് 1 സീറ്റല്ലേ കിട്ടിയുള്ളൂ. എന്നിട്ടും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റോടെയല്ലേ വീണ്ടും അങ്ങ് അധികാരത്തിലേറിയത്. ഈ വീടിന്റെ മോന്തായം വളയുകയും ചുവരുകൾ ഇടിയുകയും ചെയ്തെങ്കിൽ എന്താന്ന്? അടിത്തറ ഭദ്രല്ലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. തെറ്റുകൾ തിരുത്തി ഞങ്ങൾ മുന്നേറും. ഗോവിന്ദൻ മാഷിന് തികഞ്ഞ വിശ്വാസം. ഭരണവിരുദ്ധ വികാരം കനത്ത തോൽവിക്ക് കാരണമായെന്ന് പാർട്ടി സെക്രട്ടറി പരോക്ഷമായെങ്കിലും സമ്മതിച്ചല്ലോ. അത് മതി. അതുകൊണ്ടാണല്ലോ ഈ തിരുത്തൽ മാർഗരേഖയൊക്കെ വരുന്നത്. ഏത്? അതന്നെ. ഈ CPMന്റെ അടിത്തറ തകർക്കുന്ന വിധത്തിൽ പരമ്പരാഗത വോട്ടുകൾ എങ്ങനെ എതിർപ്പാളയങ്ങളിലേക്ക് ഒഴുകി? ഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഈഴവ സമുദായത്തിലേക്കുള്ള RSSന്റെയും സംഘപരിവാറിന്റെയും കടന്നുകയറ്റത്തിന് സമുദായ നേതാക്കൾ വഴിയൊരുക്കിയെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ ഉത്തരം. ക്രൈസ്തവ വോട്ടുകൾ ചോർന്നതിന് കാരണം ഭീഷണിയും. അപ്പോൾ ഈ വോട്ട് ബാങ്കുകൾ എക്കാലവും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കാമെന്നാണോ നിങ്ങൾ കരുതിയിരുന്നത്? ആയിരിക്കും.
എന്തായാലും ആ കക്ഷത്ത് ഇത്രയും നാൾ പിടിച്ചോണ്ട് നടന്നത് ഈ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം പോലെയായെന്ന് മാത്രം. എന്നാ പിന്നെ അങ്ങോട്ട് ഞാൻ പോയി വരാം.